Good afternoon. നമ്മൾ ഇനി മൾട്ടിനോമിയൽ ലോജിക് മോഡൽസ് ആണ് പഠിക്കുന്നത്. മൾട്ടിനോമിയൽ ലോജിക് മോഡൽസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നോമിനൽ ആയിരിക്കുന്ന കേസിലാണ്. നമ്മൾ ലോജിക് മോഡൽസ് സാധാരണ യൂസ് ചെയ്തപ്പോഴാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് രണ്ട് കാറ്റഗറീസ് ഉള്ള കേസിൽ ബൈനറി ആയിട്ടുള്ള കേസിൽ നമ്മൾ സാധാരണ ലോജിസ്റ്റിക് മോഡൽസ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് കൂടുതൽ കാറ്റഗറീസ് കാണും. അതായത് ബൈനറി ആയിരിക്കത്തില്ല, മോർ ദാൻ 2 കാറ്റഗറീസ് കാണും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മൾട്ടിനോമിയൽ logic models use ചെയ്യുന്നത്. A multinomial logic model concerns the modeling of a categorical, nominal or ordinal response with more than 2 categories as dependent variable and a number of independent variables through an appropriate link equation. Let the dependent variable y be categorized into m categories labeled as 1, 2, 3, etc. m denote a fixed setting of explanatory variables as x1, x2, etc. xk is equal to x. Say let pj of x is equal to px of y is equal to j. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ കാറ്റഗറിക്കൽ വേരിയബിൾ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ നമ്മൾ m കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞെടുക്കുകയാണ്. ആ ഓരോ കാറ്റഗറീസും നമ്മൾ 1, 2, 3 എക്സെട്ര m വരെ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ x1, x2, എക്സെട്ര xk എന്ന് പറയുന്ന k ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ pj of x എന്ന് പറയുന്നത് px of y is equal to j ആയിരിക്കും. Nominal responses baseline category logics. Consider a dependent variable that is nominal in nature with m categories. We take the category m as a reference or baseline category and build a system of m-1 equations that would help us to predict p1 of x, p2 of x, etc., pm of x for any given x values. Specifically, we build the baseline category logic model which consists of specifying the category m, which is generally the most common category, as the baseline category. Pair each of the other categories with the baseline category and build the following regression equations. ഇവിടെ നമ്മൾ കാറ്റഗറീസ് ആയിട്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കിടക്കുന്നത്. m കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു m കാറ്റഗറീസിലെ ഒരു കാറ്റഗറീനെ നമ്മൾ ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് എടുക്കും. സപ്പോസ് നമ്മൾ m എന്ന് പറയുന്ന കാറ്റഗറീനെ ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് എടുത്തു എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് m-1 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ m-1 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ p1 of x, p2 of x, എക്സെട്ര pm of x കൺസിഡർ ചെയ്യുന്നത്, ഓരോ x വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ബേസ് ലൈൻ കാറ്റഗറി ലോജിറ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടോട്ടൽ m കാറ്റഗറീസിലെ ഏത് കാറ്റഗറിയാണോ ഏറ്റവും കൂടുതൽ ഒക്യുർ ചെയ്യുന്നത് ആ ഒരു കാറ്റഗറീനെ ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മളൊരു ബേസ് ലൈൻ കാറ്റഗറി കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഓരോ കാറ്റഗറീസിനും ഈ ഒരു ബേസ് ലൈൻ കാറ്റഗറി വെച്ചിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടും. Log pj of x given pm of x is equal to beta j0 plus beta j1 x1 plus etc. beta jk xk that is equal to beta j0 plus beta j dash x where j is equal to 1, 2, 3 etc. m-1. ഇനി നമ്മൾ പൈ ജെനെ probability of y is equal to j given y is equal to j or m എന്ന് പറഞ്ഞെടുക്കുവാണ്. അതെന്ന് പറയുന്നത് probability of y is equal to j ഡിവൈഡ് ബൈ probability of y is equal to j or m ആണ്. ഇനി പൈ m എന്ന് പറയുന്നത് probability of y is equal to m given probability of y is equal to j or m എന്ന് പറഞ്ഞെടുക്കുവാണ്. അതെന്ന് പറയുന്നത് probability of y is equal to m ഡിവൈഡ് ബൈ probability of y is equal to j or m ആയിരിക്കും. പൈ 1ഉം പൈ എമ്മും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമ്മൾ പി ജെ ഡിവൈഡ് ബൈ പി എം നോക്കുകയാണ്. പി ജെ എന്ന് വെച്ചാൽ എന്താ, പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു ജെ. അതുപോലെ പി എം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു എം. ഇനി നമ്മൾ മേളിലും താഴെ പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു ജെ ഓർ എം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ മേളത്തെ ടേം എന്താവും, പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു ജെ ഓർ എം എന്ന് പറയുന്നത് പൈ ജെ ആണ്. അതുപോലെ തന്നെ താഴത്തെ ടേം പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു എം ഗിവൺ പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഇക്വൽ ടു ജെ ഓർ എം എന്ന് പറയുന്നത് 1 മൈനസ് പൈ ജെ ആയിരിക്കും. കാരണം എന്താ, പൈ 1 പ്ലസ് പൈ എം എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ നമുക്ക് ഈ മേളിലും താഴത്തെ പൈ ജെ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ ജെ എന്ന് പറഞ്ഞ് കിട്ടി. ആൻഡ് ദസ് ദ മോഡൽ ഇക്വേഷൻസ് ഹാവ് log pj divided by pm on the left hand side is same as the regular or binary logic model fitted conditioned on membership into categories j or m. ഇപ്പോൾ നമുക്ക് പൈ ജെ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ ജെ എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഈ ഒരു സാധാ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൻ്റെ ഫോമിലേക്ക് നമുക്കിത് കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മൾ പി ജെ ഡിവൈഡ് ബൈ പി എമ്മിൻ്റെ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സാധാ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ, അതായത് ബൈനറി ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൻ്റെ ഫോമിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
ഇവിടെ നമ്മൾ കണ്ടീഷൻ്റെ പ്രോബബിലിറ്റിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. വി നോട്ട് ദാറ്റ് ദ കോഎഫിഷ്യൻസ് അപ്പിയറിംഗ് ഇൻ ഇക്വേഷൻ 3.2.1 ഹെൽപ്പ് ഇൻ ഇൻ്റർപ്രറ്റിംഗ് ഹൗ ചേഞ്ചസ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇമ്പാക്ട് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ. എ പോസിറ്റീവ് കോഎഫിഷ്യൻറ്റ് ഫോർ x1 say tell us that as x1 increases the log odds in favor of the response category j, vice versa the category m increases by beta j1. ഈ ഒരു ഇക്വേഷൻ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും x1 ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലോഗ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് കാറ്റഗറി ജെ വിത്ത് റെസ്പെക്ട് ടു കാറ്റഗറി എം എന്ന് പറയുന്നത് ബീറ്റ j1 ടൈംസ് ഇൻക്രീസ് ചെയ്യും. Equivalently, the odds in favor of category J against category M increases by a multiplicative factor exponential of beta j1 when x1 increases by 1 unit. അതുപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും x1 ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് കാറ്റഗറി ജെ വിത്ത് റെസ്പെക്ട് ടു കാറ്റഗറി എം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് ബീറ്റ j1 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. We also note that the m-1 equations in 3.2.1 which determine the parameters for the logics with the pairs 1m, 2m, etc. m-1 m also determines the parameter for logit with other pairing of the response categories. This is true because for any pair AB we have log PA divided by PB is equal to log PA divided by PM minus log PB divided by PM. ഇപ്പം ഇവിടെ നമുക്കറിയാം നമ്മൾ ഈ ഒരു ടോട്ടൽ എം കാറ്റഗറീസിൽ ഒരു കാറ്റഗറീനെ നമ്മൾ ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് m-1 ഇക്വേഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ആ m-1 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ഓരോ കാറ്റഗറീനെ എം വെച്ചിട്ട് പെയർ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. 1m 2m അങ്ങനെ m-1 ഇക്വേഷൻ നമ്മൾ എം വെച്ചിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് കിട്ടുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വഴി നമുക്ക് ഈ ഒരു ലോജിറ്റിൻ്റെ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതെങ്കിലും ഒരു പെയർ എ ബിയുടെ കേസിൽ ലോഗ് പി എ ഡിവൈഡ് ബൈ ലോഗ് പി ബി എന്ന് പറയുന്നത് ലോഗ് പി എ ഡിവൈഡ് ബൈ പി എം മൈനസ് ലോഗ് പി ബി ഡിവൈഡ് ബൈ പി എം ആയിരിക്കും. ഇവിടെ ഈ എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ബേസ് ലൈൻ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ ഇതിൻ്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഡിനോട്ടിംഗ് പി ജെ നോട്ട് പ്ലസ് പി ജെ ഡാഷ് എക്സ് ഈസ് ഇക്വൽ ടു എസ് ജെ വി ഹാവ് പി ജെ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് എസ് ജെ ഇൻറ്റു പി എം ഓഫ് എക്സ് where j is equal to 1, 2, 3 etc. m-1 നമ്മൾ ബീറ്റ ജെ നോട്ട് പ്ലസ് ബീറ്റ ജെ ഡാഷ് എക്സിനെ എസ് ജെ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പി ജെ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഓഫ് എസ് ജെ ഇൻറ്റു പി എം ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ ജെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1, 2, 3 etc. m-1 ആയിരിക്കും. Since p1 of x, p2 of x etc. pm of x is equal to 1 for every x, we get pm of x is equal to 1 divided by 1 plus summation j is equal to 1 to m-1 exponential of sj, and substituting this in equation 3.22 we get pj of x is equal to exponential of sj divided by 1 plus summation j is equal to 1 to m-1 exponential of sj by j is equal to 1, 2, 3 etc. m-1. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണല്ലോ. അതുകൊണ്ട് തന്നെ p1 ഓഫ് എക്സ്, p2 ഓഫ് എക്സ് എക്സെട്ര പി എം ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പി എം ഓഫ് എക്സിന് നമുക്ക് അതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് സമ്മേഷൻ j is equal to 1 to m-1 എക്സ്പോണൻഷ്യൽ ഓഫ് എസ് ജെ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പി ജെ ഓഫ് എക്സ് എന്ത് കിട്ടും? എക്സ്പോണൻഷ്യൽ ഓഫ് എസ് ജെ ഡിവൈഡ് ബൈ 1 പ്ലസ് സമ്മേഷൻ j is equal to 1 to m-1 എക്സ്പോണൻഷ്യൽ ഓഫ് എസ് ജെ എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ ജെ എന്ന് പറയുന്നത് 1, 2, 3 etc. m-1 ആയിരിക്കും. Thus the given value of the regressors for any individual, one can predict the probability that the individual's response category is J. സോ ഒരു റിഗ്രസറിൻ്റെ ഗിവൺ വാല്യൂവിന് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കാറ്റഗറി ജെ വരാനുള്ള പ്രോബബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓർ പ്രെഡിക്ഷൻ ഓഫ് കാറ്റഗറി മെമ്പർഷിപ്പ്. എ റുട്ടീൻ rule for classification of an individual whose independent value x are available is to classify that individual to category J for which Pj of x is maximum. However, other prediction or classification rules are applied in practice when the dependent variable is binary. നമ്മൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമായിട്ട് നമ്മൾ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ റിഗ്രസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഏത് കാറ്റഗറിക്കാണ് കൂടുതൽ പ്രോബബിലിറ്റി, അതായത് പി ജെ ഓഫ് എക്സ് മാക്സിമം ആയിട്ട് വരുന്നത്, ആ ഒരു കറസ്പോണ്ടിങ് കാറ്റഗറി ആയിരിക്കും നമ്മൾ റെസ്പോൺസ് വേരിയബിളിന് എടുക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ സ്റ്റഡി വാസ് ഡൺ ഓൺ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫുഡ് ചോയ്സ് ഓഫ് അലിഗേറ്റേഴ്സ്. എ ടോട്ടൽ ഓഫ് 219 alligators were captured from 4 lakes for the study. The primary food type found in alligators' stomach was the response variable with 5 categories: fish, invertebrate, reptile, bird, other, amphibians, mammals, etc.
അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി നടത്തുവാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അലിഗേറ്റേഴ്സിൻ്റെ ഫുഡ് ചോയ്സാണ് നമ്മളിവിടുത്തെ മെയിൻ സ്റ്റഡി ആയിട്ട് നടത്തുന്നത്. ഇവിടെ നമ്മൾ 219 അലിഗേറ്റേഴ്സിനെ 4 ലേക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു അലിഗേറ്റേഴ്സിൻ്റെ പ്രൈമറി ഫുഡ് ടൈപ്പ് ഏതാണെന്നുള്ളതാണ് നമ്മൾ റെസ്പോൺസ് വേരിയബിളായിട്ട് എടുക്കുന്നത്. ഇതിന് 5 കാറ്റഗറീസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫിഷ് ആവാം, അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്, റെപ്റ്റൈൽ, ബേർഡ്, അല്ലെങ്കിൽ അതർ ആവാം. അതറിനകത്ത് ആംഫിബിയൻസും മാമൽസും ഒക്കെയാണ്. ദ ഫാക്ടേഴ്സ് ദാറ്റ് വർ ബിലീവ് ടു ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് ഫുഡ് ഓഫ് ആൻ അലിഗേറ്റർ വർ ജെൻഡർ, സൈസ്, ലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒന്ന് ജെൻഡറാണ്. അതുപോലെ തന്നെ സൈസ് എടുത്തിട്ടുണ്ട്, ലാർജ്, സ്മോള്. പിന്നെ 4 ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ നെയിംസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The following table consolidates the data in terms of frequencies of alligators consuming each food type and for each lake X, gender X, size combination. അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ലേക്കിൻ്റെ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ഓരോ ലേക്കിലും ജെൻഡർ അനുസരിച്ചും സൈസ് അനുസരിച്ചും എത്ര ഫിഷ്, ഇൻവെർട്ടിബ്രേറ്റ്, റെപ്റ്റൈൽ, ബേർഡ്, അതർ കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പം 5 കാറ്റഗറീസ് ആണുള്ളത്. ഈ ഒരു 5 കാറ്റഗറീസ് നോക്കുമ്പോഴത്തേക്ക് ഏത് കാറ്റഗറി ഇവിടെ ഏറ്റവും കൂടുതൽ ഒക്യുർ ചെയ്തിരിക്കുന്നത് ഫിഷ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. സോ നമ്മൾ ആ ഒരു ഏറ്റവും മാക്സിമം ഒക്യുർ ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറീനെ എന്നാണ് നമ്മളിവിടെ ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് എടുത്തിരിക്കുന്നത്. ദ മോസ്റ്റ് കോമൺ കാറ്റഗറി ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഫിഷ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ ബേസ് ലൈൻ category. As there are 5 categories of the dependent variable, 4 logit models with fish as the baseline category were built in the following independent variables. സോ നമുക്ക് 5 കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ 5-1 4 ലോജിറ്റ് മോഡൽസ് കാണും. ഇവിടെ നമ്മൾ 4 ലോജിറ്റ് മോഡൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫിഷാണ് നമ്മളിവിടെ ബേസ് ലൈൻ കാറ്റഗറി ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. D male is equal to indicator for male is equal to 1 if alligator is male and 0 if female. അപ്പം മെയിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറി നമ്മൾ ഡി മെയിൽ എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡി മെയിൽ എന്ന് പറയുന്നത് 1 ആയിരിക്കും അലിഗേറ്റർ മെയിൽ ആണെങ്കിൽ, അതുപോലെ തന്നെ 0 ആണെങ്കിൽ അലിഗേറ്റർ ഫീമെയിൽ ആയിരിക്കും. ഇനി ഡി സ്മോൾ സൈസ് ആണെങ്കിൽ ഡി സ്മോൾ എന്ന് പറഞ്ഞെടുക്കും. സ്മോൾ സൈസ് ആണെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കും. ലാർജ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി അതുപോലെ തന്നെ ഓരോ ലേക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊത്തം നമുക്ക് 4 കാറ്റഗറീസ് ഓഫ് ലേക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഡമ്മി വേരിയബിൾസ് കാണും. സോ നമ്മൾ ഓരോന്നിനും ഡി ഹാങ്ക്, ഡി ഒക്ല, ഡി ട്രാഫ് എന്ന് പറഞ്ഞ് ഓരോ ഡമ്മി വേരിയബിൾസ് കൊടുത്തു. ഈ ഒരു ഡി ഹാങ്ക് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത് ലേക്ക് ഹാൻകോക്ക് ആയിരിക്കും, 0 അതർവൈസ്. അപ്പം ഡമ്മി വേരിയബിളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ ഡി ഒക്ല എന്ന് പറയുന്നത് 1 ആയിരിക്കും ലേക്ക് ഒക്ലവാഹയാണെങ്കിൽ. അതുപോലെ തന്നെ ഡി ട്രാഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കും ലേക്ക് ട്രാഫോർഡ് ആണെങ്കിൽ. ഈ ഒരു 3 ലേക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 വരുന്ന കേസിലായിരിക്കും നമ്മുടെ 4th ലേക്ക് ജോർജ് എന്ന് പറയുന്ന ഒരു ലേക്ക് വരുന്നത്. The 4 logit equation coefficients are summarized in the following table. Gender was not found to be a significant factor in the model. So നമ്മൾ ഈ ഒരു മോഡൽ ബിൽഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 5 കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ 4 ലോജിറ്റ് മോഡൽസ് കിട്ടും. ഓരോ ലോജിറ്റ് മോഡൽസ് വിത്ത് റെഫറൻസ് ടു അവർ ഫിഷ് എന്നുള്ള ബേസ് ലൈൻ കാറ്റഗറിയുടെ രീതിയിലായിരിക്കും വരുന്നത്. നമുക്കിവിടെ എത്ര കാറ്റഗറീസ് ഉള്ള ഇൻവെർട്ടിബ്രേറ്റ് ഉണ്ട് ഒരെണ്ണം, റെപ്റ്റൈൽ ഉണ്ട്, ബേർഡ് ഉണ്ട്, അതറുണ്ട്. സോ ഈ ഒരു പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ഫിഷ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലോജിറ്റ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർസെപ്റ്റും സ്മോൾ സൈസും ഹാൻകോക്കും ഒക്ലവാലയും ട്രാഫോർഡിൻ്റെ ഒക്കെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെൻഡർ എന്നുള്ള ഒരു കാറ്റഗറി നമ്മുടെ ഈ ഒരു മോഡലിൽ നിന്ന് പോയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ജെൻഡർ എന്നുള്ള ഒരു ഫാക്ടർ ഈ ഒരു ഇൻവെർട്ടിബ്രേറ്റിൻ്റെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് മോഡലിൽ നിന്ന് പോയത്. അങ്ങനെ നമുക്ക് 4 മോഡൽസ് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് മോഡലിനെ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷനിൽ എഴുതുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തേത് ലോഗ് പി ഇൻവെർട്ടിബ്രേറ്റ് ഗിവൺ പി എഫ് എന്നുള്ളതാണല്ലോ. അതാണ് നമ്മുടെ LHSൽ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? -1.55. സോ -1.55 പ്ലസ് അടുത്ത സ്മോൾ സൈസാണ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന മോഡലിൽ 1.46 ഇൻറ്റു ഡി സ്മോൾ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. -1.66 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഡി ഹാങ്ക്. സോ ഇൻറ്റു ഡി ഹാങ്ക് പ്ലസ് 0.96 ഇൻറ്റു ഡി ഒക്ല പ്ലസ് 1.12 ഇൻറ്റു ഡി ട്രാഫ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷനെ നമ്മളെങ്ങനെ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്ത് S1 എന്നുള്ള രീതിയിൽ. സോ നമ്മൾ S1 എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത ലോജിറ്റ് മോഡൽ ലോജിറ്റ് ഇക്വേഷൻ നമ്മളെങ്ങനെ എഴുതുന്നത്?
log P rep given PF is equal to minus 3.31 minus 0.35 into D small plus 1.14 into D hank plus 2.46 into D ocla plus 2.94 into Trafford. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മൾ ഇക്വേഷൻ, അതൊന്നും എന്തായിരിക്കും S2 ആയിട്ട് നമ്മൾ എടുക്കും. ഇനി എങ്ങനെയാണ് ഈ കോഎഫിഷ്യൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് us interpret the coefficient 1.46 appearing in the first logistic equation. Irrespective of lake, the odds that primary food choice is invertebrates instead of fish for small alligators is exponential of 1.46 is equal to 4.3 times the odds of the large alligators. ഇവിടെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ 1.46 എന്നുള്ള ഈ വാല്യൂ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് പറയുന്നത്. നമ്മളിവിടെ സ്മോൾ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 1.46 വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ലേക്ക്, ബാക്കി ഫാക്ടേഴ്സ് എന്താ, ബാക്കിയെല്ലാം ലേക്ക് എന്നുള്ള ഫാക്ടർ, സോ ആ ഒരു ഫാക്ടർ നമ്മൾ ലീവ് ചെയ്തുകൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ലേക്ക് സ്മോൾ സൈസുള്ള അലിഗേറ്റേഴ്സ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതുണ്ടോ പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. സോ ഫിഷിന് പകരമായിട്ട് ഈ ഒരു ഇൻവെർട്ടിബ്രേറ്റ്സിനെ ഫുഡ് ചോയ്സ് ആയിട്ട് എടുക്കാനുള്ള പ്രൈമറി ഓഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ്പോണൻഷ്യൽ ഓഫ് 1.46 ടൈംസ് ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഓഫ് 1.46 എന്ന് വെച്ചാൽ എത്ര? 4.3 ടൈംസ് ആയിരിക്കും. എന്തിന്? ലാർജ് അലിഗേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. സോ നമ്മളിവിടെ സ്മോൾ സൈസുള്ള അലിഗേറ്റേഴ്സിൻ്റെ കീഴിലാണ് 1.46 വന്നിരിക്കുന്നത്. സോ നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത് ആ ഒരു സ്മോൾ സൈസിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് ലൈൻ ഏതാ? ലാർജ് സൈസ് എന്നുള്ളത്. സോ ആ ലാർജ് ടൈംസിനെ അപേക്ഷിച്ച് സ്മോൾ സൈസിന് എത്രമാത്രം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓഡ്സ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ 1.46 ആണ് നമ്മുടെ സ്മോൾ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. സോ എക്സ്പോണൻഷ്യൽ 1.46 ടൈംസ് ആയിരിക്കും ലാർജ് സൈസുള്ള അലിഗേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് സ്മോൾ സൈസിന് വരുന്നത്. ദാറ്റ് ഈസ് ആസ് കമ്പയർ ടു ലാർജ് വൺസ് സ്മോൾ അലിഗേറ്റേഴ്സ് ചൂസ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫിഷ് വിത്ത് 330% ഹയർ ഓഡ്സ്. സോ 4.3 ടൈംസ് ഗ്രേറ്റർ ഓഡ്സ് ആണുള്ളത്. അതിനെ നമ്മൾ അതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 430 ടൈംസ് എന്ന് പറഞ്ഞാൽ 430% എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ 100%-ൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട്? അപ്പം 330% ഹയർ ആണ് ലാർജ് അലിഗേറ്റേഴ്സിനെ അപേക്ഷിച്ച് സ്മോൾ അലിഗേറ്റേഴ്സിന് ഫിഷിന് പകരമായിട്ട് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നുള്ള ഫുഡ് ചൂസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഈ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്കിൽ കമ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഓഡ്സിൻ്റെ കേസിലാണ് നമ്മൾ സാധാരണ കമ്പാരിസൺ നടത്താറുള്ളത്. അതെങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സ്മോൾ സൈസിൻ്റെ കീഴിലാണ് 1.46 എന്ന് കിടക്കുന്നത്. ആ ഒരു 1.46 എന്നുള്ള കമ്പാരിസൺ നമ്മൾ സ്മോൾ സൈസിനും അടുത്തത് എന്താ? ലാർജ് സൈസാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. സോ ലാർജ് സൈസും സ്മോൾ സൈസും തമ്മിലുള്ള കമ്പാരിസൺ അവിടെ വരുന്നത്. ഇതിന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് കമ്പയർ ടു ഫിഷ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്മോൾ സൈസുള്ള അലിഗേറ്റേഴ്സ് ലാർജ് സൈസുള്ള അലിഗേറ്റേഴ്സിനെക്കാട്ടിലും ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നുള്ള ഫുഡ് ഫിഷിന് പകരമായിട്ട് ചൂസ് ചെയ്യാനുള്ള ഓഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ്പോണൻഷ്യൽ ഓഫ് 1.46 ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഓഫ് 1.46 എന്താ? 4.3 ടൈംസ് ഹയർ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു ഇതും കൂടെ നോക്കാം. സിമിലർലി റെസ്പെക്റ്റീവ് ഓഫ് സൈസ്, ദ ഓഡ്സ് അറ്റ് പ്രൈമറി ഫുഡ് ചോയ്സ് ഈസ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫിഷ് for alligators in Lake Hancock is exponential of minus 1.66, that is equal to 0.19 times the odds for alligators in the Lake George. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ് ഈ -1.66 എന്നുള്ള ആ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുന്നത്. അത് ഏതിന് കീഴിലാണ് വന്നിരിക്കുന്നത്? ഹാൻകോക്ക് റിവറിന് കീഴിലുള്ള ആ ഒരു സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഇതിൽ ലെഫ്റ്റിൽ കിടക്കുന്ന എന്താ? ഇൻവെർട്ടിബ്രേറ്റ്സ് ആസ് കമ്പയർ ടു ഫിഷ് എന്നുള്ള സെയിം ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഇവിടുത്തെ നമ്മുടെ അൺനോൺ ആയിട്ടുള്ള, അതായത് നാലാമത്തെ ബേസ് ലൈനായിട്ട് കിടക്കുന്ന ഏതാ? റിവർ ജോർജ് എന്നുള്ള ആ ഒരു ഇതാണ്. കാരണം നമുക്ക് 4 റിവേഴ്സാണ് ഉള്ളത്. സോ 3 റിവേഴ്സിന് നമ്മൾ ഡിഫൈൻ ചെയ്തു. നാലാമത്തേത് ആ ഒരു നോളജ് അതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെയുള്ള ഡമ്മി വേരിയബിൾസ് അങ്ങനെയല്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് ആ ഹാൻകോക്ക് റിവറിനെ ജോർജ് എന്ന് പറയുന്ന നാലാമത്തെ റിവർ വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. സോ നമ്മളിതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? റിവർ ഹാൻകോക്കിലുള്ള അലിഗേറ്റേഴ്സ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഉള്ള എന്നുള്ള ഫുഡ് ഫിഷിന് പകരമായിട്ട് യൂസ് ചെയ്യാനുള്ള ഓഡ്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് -1.66, അതായത് 0.19 ടൈംസ് ആയിരിക്കും. എന്തിനെ അപേക്ഷിച്ച്? ദ ഓഡ്സ് ഫോർ അലിഗേറ്റേഴ്സ് ഇൻ ജോർജ് ലേക്ക്. That is as compared to alligators in Lake George. For alligators in Lake Hancock, the odds for choosing invertebrates instead of fish is 81% less. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു 0.19 എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ആ 0.19 നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്?
19% വരുന്നത്. അത് 100% ആയിട്ട് പോലും ഇല്ല. സോ 100%ലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്രയും കൂടെ വേണം? 81% വേണം. സോ 100%നെ അപേക്ഷിച്ച് 81% ലെസ്സാണ് എന്തിന്? ഈ ഒരു റിവർ ഹാൻകോക്കിലുള്ള അലിഗേറ്റേഴ്സ് ഈ ഒരു ഇൻവെർട്ടിബ്രേറ്റ്സ് ഫുഡായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമ്മളിങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. ആദ്യമേ നമ്മൾ ഈ ഇതിൻ്റെ ഓഡ്സ് കണ്ടുപിടിക്കും. നമുക്ക് ഏതിൻ്റെ കീഴിലാണോ തന്നിരിക്കുന്നത് അതിനെ അപേക്ഷിച്ച് നമ്മൾ ബാക്കി ബേസ് ലൈൻ കാറ്റഗറി ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ വേണ്ടിയിട്ട് നടത്തുന്നത്. പെർസെൻറ്റേജിലേക്ക് മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് 100%ൽ നിന്ന് എത്ര വേരിയേഷൻ ഉണ്ട്, ഹയർ ആണോ ലെസ്സർ ആണോ എന്നാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. ഇനി എസ്റ്റിമേഷൻ ഓഫ് പ്രോബബിലിറ്റീസ് നോക്കാം. എസ്റ്റിമേഷൻ ഓഫ് പ്രോബബിലിറ്റീസ് ഫോർ ഫുഡ് ചോയ്സസ് ഗിവൺ ദ സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് ഓർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. For illustrative purpose, we shall find the probabilities of choosing different food choices for a small alligator living in the Lake Hancock. Note that for such alligator, we have d small is equal to 1, d hank is equal to 1, d ocla is equal to 0, and d trap is equal to 0. സോ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു മോഡലിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രമാണ് നോക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഇൻ്റർസെപ്റ്റും സ്മോൾ സൈസും ഹാൻകോക്കും ഒക്ലവാഹയും അതുപോലെ ട്രാഫോർഡ് എന്ന് പറയുന്ന ഇതിനകത്ത് ഇൻ്റർസെപ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി 4 ഫാക്ടേഴ്സാണ് ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിവിടെ ഒരു ഇലിസ്ട്രേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സ്മോൾ അലിഗേറ്റർ ലിവിങ് ഇൻ ലേക്ക് ഹാൻകോക്ക് എന്നുള്ള ഒരു കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡി സ്മോൾ, അതായത് സ്മോൾ എന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡമ്മി വേരിയബിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ ഡി ഹാൻകോക്ക് എന്നുള്ളതിൻ്റെ ഡി ഹാൻക് എന്നുള്ള ആ ഒരു വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1 തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ളത് ഒക്ലാവാഹയും ട്രാഫോർഡുമാണ്. സോ അത് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡമ്മി വേരിയബിളിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്താവും? 0 ആയിരിക്കും. കാരണം നമ്മളിവിടെ സ്മോൾ അലിഗേറ്റർ ലിവിങ് ഇൻ ഹാൻകോക്ക് റിവർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ബാക്കി 2 ഫാക്ടേഴ്സിൻ്റെ അവിടെ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാക്ടറിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ലോഗ് പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ഫിഷ് എന്നുള്ള അതാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടുന്നത്? ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് നേരത്തെ പഠിച്ചതാണ്. എങ്ങനെയാണ്? -1.55 പ്ലസ് 1.46 ഇൻറ്റു ഡി സ്മോൾ. ഡി സ്മോൾ എന്നാണ് വരുന്നത്. ഡി സ്മോളിൻ്റെ വാല്യൂ എത്രയാണ്? 1. സോ 1.46 ഇൻറ്റു 1 മൈനസ് 1.66 ഇൻറ്റു ഡി ഹാൻകോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു 1. ബാക്കിയെല്ലാം 0 ആണല്ലോ. സോ അത് ഓട്ടോമാറ്റിക്കലി 0 ആവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1.75 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമുക്ക് ലോഗ് പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ഫിഷ് എന്ന് പറയുന്നത് -1.75 ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പോണൻഷ്യലായിട്ട് ലോഗ് മാറ്റിയിട്ട് എക്സ്പോണൻഷ്യലായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പോണൻഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പോണൻഷ്യൽ ഓഫ് -1.75 എന്ന് പറയും. ഈ ലോഗിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇൻറ്റു PF എന്ന് പറഞ്ഞ് നമുക്ക് വരും. സോ നമുക്ക് എക്സ്പോണൻഷ്യൽ ഓഫ് -1.75 ചെയ്യുമ്പോഴത്തേക്ക് 0.1738 ആണ് കിട്ടുന്നത് ഇൻറ്റു PF. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലോഗ് പ്രോബബിലിറ്റി ഓഫ് റെപ്റ്റൈൽസ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് ഫിഷ് എന്നുള്ളതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? -3.31 മൈനസ് 0.36 ഇൻറ്റു ഇവിടെ സ്മോൾ സൈസിൻ്റെ 1 ആണല്ലോ ഇൻറ്റു 1 പ്ലസ് 1.24 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2.43 എന്ന് പറഞ്ഞ് കിട്ടി. അത് നമുക്ക് എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നത്? ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ എടുക്കും. എക്സ്പോണൻഷ്യൽ ഓഫ് -2.43 ഇൻറ്റു PF എന്ന് പറഞ്ഞ് വരും. സോ 0.0880 ഇൻറ്റു PF എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് അടുത്തതിൻ്റെയും കണ്ടുപിടിക്കാമല്ലോ. അടുത്ത 2 ഫാക്ടേഴ്സിനെ നമ്മൾ സിമിലർ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ട് P ബേർഡും അതുപോലെ തന്നെ P അതറും കണ്ടുപിടിച്ചു. എല്ലാം നമുക്ക് ഒരു ഇൻറ്റു PF എന്നുള്ള ആ ഒരു ടേമിൽ നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു 4 ഇക്വേഷനകത്തുനിന്ന് ഈ PFൻ്റെ വാല്യൂ മറ്റ് ബാക്കിയുള്ളതിൻ്റെ എല്ലാം സോൾവ് ചെയ്തെടുക്കണം. അത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യുന്നത്? നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് പ്ലസ് റെപ്റ്റൈൽസ് പ്ലസ് ബേർഡ് പ്ലസ് അതർ എന്ന് പറയുന്ന പ്ലസ് ഫിഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു 4 പ്രോബബിലിറ്റി പ്ലസ് PF എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ PFൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 1. സോ നമുക്ക് PFൻ്റെ വാല്യൂ കിട്ടും. അതിനുശേഷം ആ ഒരു PFൻ്റെ വാല്യൂ നമ്മൾ ഈ ബാക്കി 4 എണ്ണത്തിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെയും വാല്യൂസ് കിട്ടും. സോ അങ്ങനെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിൻ്റെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, നമുക്ക് പി എഫ് അതായത് ഫിഷ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.5, ഇൻവെർട്ടിബ്രേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.09, റെപ്റ്റൈൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.04, അതുപോലെ ബേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.07, അതറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.25, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതിന് പെർസെൻറ്റേജിലേക്ക് മാറ്റുവാണ്. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഏകദേശം ഒരു 53 to 54% ഫിഷായി, ഇൻവെർട്ടിബ്രേറ്റ്സ് ഏകദേശം ഒരു 9%, റെപ്റ്റൈൽസ് ഏകദേശം ഒരു 5%, ബേർഡ് ഏകദേശം ഒരു 7%, അങ്ങനെ അതേഴ്സ് ഇപ്പോൾ എത്രയായിരിക്കും, ഏകദേശം ഒരു 25%. അങ്ങനെയാണ് നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തേ, സ്മോൾ അലിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹാൻഗോക്ക് റിവറിലും ലീവ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എമംഗ് ദ സ്മോൾ അലിഗേറ്റേഴ്സ് ഇൻ ദ ലേക്ക് ഹാൻഗോക്ക് about 53% ചൂസ് ഫിഷ് ആസ് ദ പ്രൈമറി ഫുഡ്. ഈ ഒരു ഇതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഏകദേശം 53 to 54, ആ ഒരു കറക്റ്റ് ഒരു 53 പോയിൻ്റ് അങ്ങനെ വരണമെന്നില്ല, നമ്മൾ ഏകദേശം ഒരു കണക്ക് കൊടുത്താൽ മതി. 53 to 54% ഫിഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഏകദേശം ഒരു 9% ഇൻവെർട്ടിബ്രേറ്റ്സ് ആയിരിക്കും, 5% റെപ്റ്റൈൽസ് ആയിരിക്കും, 7% എന്ന് പറയുന്ന ബേർഡ്സ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് എത്ര, ഏകദേശം ഒരു 25%ഉം അതേഴ്സ് ആയിരിക്കും ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിങ്ങനെയാണ് മൾട്ടിപ്പിൾ ലോജിറ്റിൻ്റെ കേസിൽ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് അനലൈസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ വഴി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻസ് ഡയറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിഗ്രഷൻ അനാലിസിസ് പോർഷൻസ് ഇവിടെ തീരുവാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പോർഷൻസും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.